Okay, students, നമുക്ക് complete ചെയ്യേണ്ട പോർഷൻസ് റിവിഷന്റെ സെക്ഷൻ നോക്കേണ്ടത് മാക്സിമ ആൻഡ് മിനിമ ഓഫ് ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് ആയിരുന്നു. അവിടെ റിലേറ്റീവ് മാക്സിമ, റിലേറ്റീവ് മിനിമ ഇവയുടെ ഡെഫിനേഷൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സ്ട്രീം വാല്യൂ തിയറം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതുപോലെ റിലേറ്റീവ് എക്സ്ട്രീമ, ഒരു പോയിന്റ് x0 y0 എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ റിലേറ്റീവ് എക്സ്ട്രീമ ആണെങ്കിൽ അവിടെയുള്ള ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ 0 ആയിരിക്കും എന്നും പറഞ്ഞു. അതിനുശേഷം ക്രിട്ടിക്കൽ പോയിന്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞു അല്ലെ. ഒരു പോയിന്റ് x0 y0 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈയുടെ x0 y0 എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈയുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയണമെങ്കിൽ എന്താവണം? ഒന്നെങ്കിൽ എഫ് എക്സെക്ട് x0 y0 ഈക്വൽ ടു 0 ആൻഡ് എഫ് വൈ അറ്റ് x0 y0 ഈക്വൽ ടു 0 ആണ്. ഓർ ഏതെങ്കിലും ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ഈ x0 y0 എന്ന് പറഞ്ഞ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ if one or both partial derivatives does not exist at x0 y0 എന്ന് പറയുകയാണെങ്കിൽ does not exist at x0 y0 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? x0 y0 എന്നുള്ളത് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈയുടേത്. ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ ആണ്, എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ്. A point x0 y0 in the domain of a function f of xy is called a critical point if fx at x0 y0 equal to 0 and fy at x0 y0 equal to 0, or if both or one of the partial derivative does not exist at x0 y0. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? x0 y0 എന്നുള്ളത് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് പറയാൻ പറ്റും. ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് തന്നെ പലതരം ഉണ്ടാവാം. അത് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഒന്നെങ്കിൽ സാഡിൽ പോയിന്റ് ആവാം. ഈ ക്രിട്ടിക്കൽ പോയിന്റ്സിലാണ് നമ്മുടെ ഫംഗ്ഷന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂസ് ഒക്കെ വരിക. അപ്പൊ അതിന് നമ്മൾ സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റ്, നമ്മൾ നേരത്തെ ഡെറിവേറ്റീവ്സിന്റെ കേസിൽ നമ്മൾ ഇതേപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ടെസ്റ്റ് പഠിച്ചു. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റ് എന്നുള്ളത്. സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റ് എന്താണ് പറയുക? സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റ് പറയുന്നത് എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആണ്. ഈ എഫ് ഓഫ് എക്സ് വൈക്ക് കണ്ടിന്യൂസ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. കണ്ടിന്യൂസ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ സം ഡിസ്ക്, അത് ഏത് ഒരു ഡിസ്ക്, സം ഡിസ്ക് സറൗണ്ടിങ് ദാറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്, ക്രിട്ടിക്കൽ പോയിന്റിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഡിസ്കിൽ ഈ ഫംഗ്ഷന്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടിന്യൂസ് ആണെങ്കിൽ പിന്നെ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നു എഫ് എക്സ് എക്സ് x0 y0 ഇൻറ്റു എഫ് വൈ വൈ x0 y0 മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ അറ്റ് x0 y0. ഇങ്ങനെ ഡീനെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് ഇഫ് ഡി ഇസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എഫ് എക്സ് എക്സ് ഇസ് ഗ്രേറ്റർ എഫ് എക്സ് എക്സ് അറ്റ് x0 y0 ഇസ് ഗ്രേറ്റർ ദാൻ 0 ആവുകയാണെങ്കിൽ then f has a relative minimum. F has a relative minimum at the point x0 y0. അതുപോലെ സെക്കൻഡ് പോയിന്റ് എന്താ പറയുക? ഇഫ് ഡി ഇസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എഫ് എക്സ് എക്സ് x0 y0 ഇസ് ലെസ് ദാൻ 0 then നമുക്ക് എന്ത് പറയാം? എഫ് ഹാസ് റിലേറ്റീവ് മാക്സിമം അറ്റ് x0 y0. മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുക? ഇഫ് ഡി ഇസ് ലെസ് ദാൻ 0, ഡി ലെസ് ദാൻ 0 ആയാൽ നമുക്ക് x0 y0 at the point x0 y0 f has a saddle point. സാഡിൽ പോയിന്റ് x0 y0 എഫിന് ഒരു സാഡിൽ പോയിന്റ് ഉണ്ടെന്ന് പറയാം. ഇനി ഡി ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ നോ കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ. നോ കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ. ഈ 4 പോയിന്റ്സ് ആണ് സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റിലുള്ളത്. അതത്രയും നല്ല വൃത്തിക്ക് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോ ഇതില് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരിക തൊട്ട് താഴെ. അതിന്
ശേഷമുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പുസ്തകത്തിൽ എക്സാമ്പിൾ 5 എന്ന് കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ലൊക്കേറ്റ് ഓൾ extrema and saddle points of f of x comma y equal to 4xy minus x raised to 4 minus y raised to 4. ഈ ഫംഗ്ഷന്റെ എല്ലാ എക്സ്ട്രീമ വാല്യൂസും അതുപോലെ എക്സ്ട്രീമ പോയിന്റ്സും സാഡിൽ പോയിന്റ്സും ലൊക്കേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യണം? ആദ്യം നമ്മൾ തന്നേക്കുന്ന ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടെത്തുക. ഫൈൻഡ് ഓൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടെത്തുക. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം fx of x, y കണ്ടെത്തുക. fx of x, y എന്ന് പറഞ്ഞത് 4y minus 4x cube. fy of x, y എന്ന് പറയുന്നത് 4x minus 4y cube ആണ്. അപ്പം എഫ് എക്സും കണ്ടെത്തി എഫ് വൈയും കണ്ടെത്തി. ഇനി ക്രിട്ടിക്കൽ പോയിന്റ്സ് എവിടൊക്കെയാ വരിക? എഫ് എക്സ് എഫ് വൈ രണ്ടാളും 0 ആവുന്ന പോയിന്റ് എന്താണ്? ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് വരും. അപ്പൊ ആ കേസിൽ നമുക്ക് എന്താ പറയാം? ഇവിടെ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടെത്താൻ നമുക്ക് എന്ത് കിട്ടും? 4y ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷനിലൂടെ നമുക്ക് എന്ത് വരും? ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനിലൂടെ എക്സിന്റെയും വൈയുടെ വാല്യൂസ് കണ്ടെത്തണം. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എന്ത് വരും? 4y ഈക്വൽ ടു y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് കിട്ടും. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? 4x ഈക്വൽ ടു 4y ക്യൂബ്, അതായത് എക്സ് ഈക്വൽ ടു y ക്യൂബ് എന്ന് കിട്ടും. ഇതിനെ നമ്മുടെ തേർഡ് ഇക്വേഷൻ ആൻഡ് ഫോർത്ത് ഇക്വേഷൻ എന്ന് വിളിച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് തേർഡ് ഇൻ ഫോർത്ത് യു വിൽ ഗെറ്റ് 3 in 4 ചെയ്താൽ നമുക്ക് എന്ത് വരും? y ഈക്വൽ ടു എക്സ് ക്യൂബ്. നമ്മൾ ഫോർത്ത് ഇക്വേഷനിൽ ചെയ്താൽ നമുക്ക് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 9 എന്ന് വരും. അതായത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് raised to 8 minus 1 equal to 0, അതായത് x equal to 0 എന്ന് കിട്ടി. ഓർ x raised to 8 minus 1 equal to 0. ഇനി x raised to 8 minus 1 equal to 0 എന്ന് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇവിടെ നമുക്ക് x raised to 4 minus 1 into x raised to 4 plus 1 equal to 0 എന്ന് എഴുതാം. Now x raised to 4 plus 1 equal to 0 ചെയ്യുമ്പോൾ നമുക്ക് കോംപ്ലക്സ് വാല്യൂസ് ആണ് സൊല്യൂഷൻ വരിക. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ എല്ലാം റിയൽ ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൊമൈൻ റിയൽ ആണ്. അതുകൊണ്ട് നമ്മൾ x raised to 4 minus 1 equal to 0 കൺസിഡർ ചെയ്യുന്നു. Now x raised to 4 minus 1 നമുക്ക് x square minus 1 into x square plus 1 equal to 0 എന്ന് എഴുതാം. ഇവിടെ വീണ്ടും x square plus 1 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോംപ്ലക്സ് ആൻസേഴ്സ് ആയിരിക്കും വരിക. അത് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. x square minus 1 equal to 0 എടുക്കുന്നു. അവിടെ നമുക്ക് എന്ത് വരും? x square equal to 1, x equal to plus or minus 1. അപ്പം എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്? എക്സിന്റെ വാല്യൂസ് നമുക്ക് കിട്ടിയത് x equal to plus or minus 1 and 0. അപ്പോൾ എക്സ് സ്വീകരിക്കുന്ന വാല്യൂസ് 0, 1, minus 1. ഈ എക്സ് സ്വീകരിക്കുന്ന വാല്യൂവിൽ വൈക്ക് എന്ത് വാല്യൂ വരും? അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 പറയാം. y ഈക്വൽ ടു എക്സ് ക്യൂബ് ആയതുകൊണ്ട് എക്സ് 0 ആകുമ്പോൾ y0, എക്സ് 1 ആകുമ്പോൾ y1, എക്സ് മൈനസ് 1 ആകുമ്പോൾ y മൈനസ് 1. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്തൊക്കെ കിട്ടി? ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആർ 0, 0, 1, 1, minus 1, minus 1. These are the critical points. ഇനി ഈ ഓരോ ക്രിട്ടിക്കൽ പോയിന്റ്സിലും റിലേറ്റീവ് മാക്സിമം പോയിന്റ് ആണോ, റിലേറ്റീവ് മിനിമം പോയിന്റ് ആണോ, സാഡിൽ പോയിന്റ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് വേണം? യുടെ ഇക്വേഷൻ എഴുതുക. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ഈസ് എഫ് എക്സ് എക്സ് അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എഫ് വൈ വൈ അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് എഫ് എക്സ് വൈ അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് വൈ നോട്ട് ദ ഹോൾ സ്ക്വയർ. ദിസ് ഇസ് ആർ ഡി. And you also have to find fxx. അപ്പം fxx fyy എന്തൊക്കെയാണെന്നൊന്ന് എഴുതി വെച്ചേക്കാം. നമുക്കറിയാം fxx എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ fx കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് fxx എന്താണെന്ന് പറയാം. ഈ കേസിൽ fxx എന്ന് പറയുന്നത് -12x² ആണ്. അതുപോലെ fyy എന്താണ്? -12y² ആണ്. fxy എന്താണ്? fxന് ശേഷം വീണ്ടും വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് എടുക്കുക. ദാറ്റ് ഈസ് 4. അപ്പൊ fxy ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. ഇനി ഗ്രേറ്റർ ദാൻ 0 ആണ്. fxy നമുക്ക് കിട്ടി. fxxും fyyയും അറ്റ് ദ പോയിന്റ് x0 y0 ഈ ഓരോ പോയിന്റ്സിലുള്ളത് നോക്കണം. അപ്പോൾ നമ്മൾ x0 y0 ഈക്വൽ ടു 0, 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആ കേസിൽ ഡി എന്ത് വരും?
എക്സിനും വൈക്കും 0 ഇട്ട് കൊടുക്കുക. നമുക്ക് എഫ് എക്സ് എക്സ് കിട്ടിയത് എന്താണ്? എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞത് -12x² എന്ന് കിട്ടി. എഫ് എക്സ് എക്സ് ഇസ് -12x². എഫ് y y is -12y² and fxy is equal to 4. From that you will get this is 0 and this is 0 minus 4². That is this is less than 0 എന്ന് പറയാം അല്ലേ? d is less than 0. ആ കേസിൽ fxx എന്ത് വരും? fxx is equal to 0 എന്ന് വന്നു അല്ലേ? fxx 0 ആണ് at the point x0 y0. d is less than 0 എന്ന് വന്നു. d is less than 0 എന്ന് വന്നാൽ തന്നെ നമുക്ക് എന്ത് പറയാം? this is 0 0 is a saddle point എന്ന് പറയാം. പിന്നെ fxx നോക്കേണ്ട ആവശ്യമില്ല. d നോക്കിയാൽ d less than 0 എന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് പറയാം? 0 0 is a saddle point of f of x, y. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ പോയിന്റ് 1, 1 ആണ്. x0 y0 ഈക്വൽ ടു 1, 1 കൊടുക്കുമ്പം d എന്ത് വരും? x0നും y0നും 1 കൊടുക്കുമ്പം we'll get 12 into 1² minus 4². That is which is again less than 0 അല്ലേ? അല്ലല്ല, -12 plus -12 sorry -12 into x² minus 4² അല്ലല്ലോ. fxx-ഉം at x0 y0 വേണം, fyy at x0 y0. fxx at x0 y0 എന്ന് പറയുന്നത് -12. അതുപോലെ fyy at x0 y0 എന്ന് പറയുന്നത് -12 minus 16, അതായത് -4². അതായത് 144 minus 16, അതായത് 128, which is greater than 0. ഇനി fxx എന്താണ്? fxx എന്ന് പറഞ്ഞത് fxx at x0 y0 is equal to -12, which is less than 0. അപ്പോൾ d greater than 0, fxx at x0 y0 less than 0. Therefore we can say that f has a relative എന്താണ്? relative maximum അല്ലേ? relative maximum at അല്ലെങ്കിൽ maximum at x, x0 y0 അല്ലെങ്കിൽ 1 1 എന്ന് പറയാം. ഓക്കെ, 1 1ൽ എഫിന് റിലേറ്റീവ് മാക്സിമം ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ കേസ് x0 y0 ഈക്വൽ ടു -1, 1ൽ നമുക്ക് എന്ത് വന്ന് വരും? d ഈക്വൽ ടു -12 into -12 minus 4², which is equal to 128 greater than 0, and fxx at x0 y0 equal to -12, which is less than 0. Therefore -1, 1 is also a relative maximum. f നമുക്കറിയാം f has a relative maximum at -1, 1. അപ്പം -1, 1ലും 1, 1ലും റിലേറ്റീവ് മാക്സിമം 0 0ൽ സാഡിൽ പോയിന്റ് ആണെന്ന് പറയാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫൈൻഡിങ് അബ്സല്യൂട്ട് എക്സ്ട്രീമ ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ്. ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റ് ആണ് തന്നേക്കുന്നതെങ്കിൽ അവിടെ റിലേറ്റീവ് എക്സ്ട്രീമ എങ്ങനെ കണ്ടെത്താം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. അതും അതുപോലെ തന്നെ നോക്കുക. ഫൈൻഡ് the absolute maximum and minimum values of f of x, y equal to 3xy minus 6x minus 3y plus 7. Okay, on a closed triangular region with vertices 0, 0, 3, 0, 5, 0. ഓക്കെ, അപ്പം നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. 5, 0. അപ്പൊ ഈ കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടെത്തണം. ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടെത്തിയതിനു ശേഷം ഈ ഓരോ ലൈൻ സെഗ്മെന്റ്, ഈ ക്ലോസ്ഡ് ബൗണ്ടഡ് റീജിയനിലുള്ള ബൗണ്ടറി റീജിയൻ ഉണ്ടല്ലോ, ഇപ്പൊ തന്നേക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് 0, 0, അതുപോലെ 3, 0, അതുപോലെ 5, 0. ഇങ്ങനെ ഒരു ട്രയാങ്കുലർ റീജിയൻ ആണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. ഈ ട്രയാങ്കുലർ റീജിയനിലുള്ള ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടെത്തുക. പിന്നെ എന്താ ചെയ്യുക, ഈ ഓരോ ബൗണ്ടറി പോയിന്റ്സിലും ഉള്ള ക്രിട്ടിക്കൽ പോയിന്റ്സും നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട്
പ്രോസസ്സ് ചെയ്യാം. ഫസ്റ്റ് വി ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ എഫ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എഫ് ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടെത്തുക. നിങ്ങൾക്ക് 3y മൈനസ് 6 എന്ന് കിട്ടും. ഡോ എഫ് ബൈ ഡോ വൈ കണ്ടെത്തുക. അത് നിങ്ങൾക്ക് 3x മൈനസ് 3 എന്ന് കിട്ടും. അത് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 implies y equal to 2 and ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു 0 implies x equal to 1. So 1,2 is a critical point, critical point of the given function f of x comma y. Critical point ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ബൗണ്ടറി പോയിന്റ്സിലുള്ള എക്സ്ട്രീം വാല്യൂസ് എവിടെയൊക്കെ ഒക്കർ ചെയ്യാം എന്നുള്ളത് നോക്കണം. അപ്പൊ ബൗണ്ടറി പോയിന്റ്സിൽ എവിടെയൊക്കെ എക്സ്ട്രീം വാല്യൂസ് ഒക്കർ ചെയ്യാം എങ്ങനെയാണ് നോക്കുന്നത്? നമ്മൾ ഓരോ ലൈൻ സെഗ്മെന്റും കൺസിഡർ ചെയ്യാം. അപ്പം ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 0 to 0,0യ്ക്കും 3,0യ്ക്കും ഇടയ്ക്കുള്ള ലൈൻ സെഗ്മെന്റ് നോക്കുക. ആ ലൈൻ സെഗ്മെന്റ് പ്രത്യേകത എന്താണ്? ഈ കേസിൽ y equal to 0 ആണ്. ഓൺ ദ ലൈൻ സെഗ്മെന്റ് കണക്ടിങ് 0,0 and 3,0 y equal to 0. So you can substitute this y equal to 0 in the given function to get a function only in x. അല്ലേ? y equal to 0 കൊടുത്താൽ പിന്നെ ഫംഗ്ഷനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് x മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിനെ u of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിട്ട് വിളിച്ചു. This is equal to minus 6x plus 7. കണ്ടീഷൻ 0 less than or equal to x എവിടെ വരെ പോകുള്ളൂ? മാക്സിമം പോയാൽ 3 വരെ പോവുള്ളൂ. അപ്പം 0 less than or equal to x less than or equal to 3. ഇനി ഈ ഫംഗ്ഷന് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ഫംഗ്ഷന് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടോ എന്ന് എങ്ങനെ നോക്കും? നമ്മൾ 1 വേരിയബിൾ ഫംഗ്ഷൻസിന്റെ കേസിൽ പറഞ്ഞിരുന്നു. 1 വേരിയബിൾ ഫംഗ്ഷൻസ് ഉള്ള കേസിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് 0 ആവുകയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഡെറിവേറ്റീവ് 0 ആവുകയാണെങ്കിൽ അത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഈ കേസിൽ u ഡാഷ് ഓഫ് എക്സ് നിങ്ങൾക്ക് എന്താ കിട്ടുക? -6 എന്നാണ് കിട്ടുക. നമുക്ക് എന്ത് പറയാം? അപ്പം therefore ux does not have a critical point. അല്ലേ? ux does not have a critical point since u dash of x is not equal to 0 for all x. അപ്പം ഇയാൾക്ക് ക്രിട്ടിക്കൽ പോയിന്റ് ഒന്നുമില്ല. There's no critical numbers. അല്ലേ? ഇതിന് ക്രിട്ടിക്കൽ നമ്പേഴ്സ് ഒന്നുമില്ല. ഇനി അതേപോലെ നിങ്ങൾ അടുത്ത ലൈൻ സെഗ്മെന്റ് ഞാൻ നോക്കാൻ പോകുന്നത് 0,0 to 0,5 എന്നുള്ള ലൈൻ സെഗ്മെന്റ് ആണ്. 50 അല്ല, ഇത് 0,5. 0,0 to 0,5 എന്നുള്ള ലൈൻ സെഗ്മെന്റ് ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ കേസിലുള്ള പ്രത്യേകത x ഈക്വൽ ടു 0 ആണ് ഈ ലൈൻ സെഗ്മെന്റിൽ. അപ്പോൾ നമ്മൾ തന്നേക്കുന്ന ഫംഗ്ഷനിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ ഫംഗ്ഷൻ ഓൺലി ഇൻ y, ദാറ്റ് ഇസ് v ഓഫ് y. f ഓഫ് 0, y എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുക? y എക്സിന് 0 കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് -3y plus 7. ഇനി വീണ്ടും ചെക്ക് ചെയ്യുന്നത് ഈ ലൈൻ സെഗ്മെന്റിൽ എവിടെയെങ്കിലും ക്രിട്ടിക്കൽ നമ്പേഴ്സ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുക? സിൻസ് v dash of y is equal to -3 which is not equal to 0, this function has no critical numbers. Critical numbers എന്ന് പറയാം നമുക്കിവിടെ. This function has no critical numbers. This function has no critical numbers. അപ്പം ആ ലൈൻ സെഗ്മെന്റിനുള്ളിലും വേറെ പ്രശ്നം, വേറെ ക്രിട്ടിക്കൽ നമ്പേഴ്സ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് n പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി ആ ലൈൻ സെഗ്മെന്റിലെ. അതുപോലെ ഈ കേസിൽ നമ്മൾ n പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. 0,0യും 3,0. അതുപോലെ ഇവിടെ 0,0 and 0,5 മാത്രം നോക്കിയാൽ മതി. ഇനി അടുത്തത് ലൈൻ സെഗ്മെന്റ് കണക്ടിങ് 3,0 and 0,5നെ കണക്ട് ചെയ്തിട്ടുള്ള ലൈൻ സെഗ്മെന്റ്. ഈ ലൈൻ സെഗ്മെന്റ് പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഒരു വേരിയബിളിലേക്ക് ആക്കാനുള്ള പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നുമില്ല. ഈ ലൈൻ സെഗ്മെന്റ് ഇക്വേഷൻ നിങ്ങൾ അങ്ങ് എഴുതി വെക്കുക. ഇത് 2 ഇന്റർസെപ്റ്റ്, അതായത് എക്സ് ഇന്റർസെപ്റ്റ് 3യും y ഇന്റർസെപ്റ്റ് 5ഉം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ലൈനിന്റെ ഇക്വേഷൻ എന്താണെന്ന് പറയാം? x by x intercept plus y by y intercept equal to 1. അതല്ലേ ഇന്റർസെപ്റ്റ് ഫോം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് +1 +2 കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് എന്ത്? x/3 plus y/5 equal to 1. ഇതിനെ നമുക്ക് ഒറ്റ വേരിയബിളിലായിട്ട്, അതായത് y equal to എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് വരും? y equal to 1 minus x/3
into 5, അതായത് 5 minus 5x by 3. 5 minus 5x by 3 0 less than or equal to x less than or equal to 3. നിങ്ങൾക്ക് y equal to 5 minus 5x by 3 എന്ന് കിട്ടി. ഈ വാല്യൂ നിങ്ങൾ എവിടെ ഇട്ട് കൊടുക്കുക? നമ്മുടെ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുക. ഫംഗ്ഷൻ എന്താണ്? f of x, y ആണ്. f of x, y ഈ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ f of x, 5 minus 5 by 3x എന്ന് വരും, which is equal to 3x into, അല്ലേ, 3x into yക്ക് പകരം minus 5 by 3 plus 5 minus 6x minus 3 into minus 5 by 3x plus 5 plus 7, which is equal to minus 5x square plus 14x minus 8, given 0 less than or equal to x less than or equal to 3. ഇനി 0ക്കും 3ക്കും ഇടയ്ക്ക് ഈ തന്നേക്കുന്ന ഫംഗ്ഷനിലെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടോ നോക്കുക. നമ്മൾ w ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷനായിട്ട് വിളിക്കും. ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടെത്താൻ നമ്മൾ ആദ്യം w ഡാഷ് ഓഫ് എക്സ് കണ്ടെത്തണം. w ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് minus 10x plus 14 ആണ്. ഇനി അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? this equal to 0 implies x equal to 7 by 5 is the only critical number, is the only critical number of this function. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യും? ആ രണ്ട് ലൈൻ സെഗ്മെന്റ് n പോയിന്റ്സും ക്രിട്ടിക്കൽ നമ്പേഴ്സ് ആയിട്ട് മാക്സിമം, അബ്സല്യൂട്ട് മാക്സിമം ഒക്കെ ചെയ്യുന്ന പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. is the only critical number. ഓക്കെ, അപ്പം ഈ കേസിൽ നമുക്ക് ഒരു ക്രിട്ടിക്കൽ നമ്പർ കൂടെ കിട്ടി. അപ്പൊ ഈ ക്രിട്ടിക്കൽ നമ്പറിന്റെ പ്രത്യേകത എന്താ? എക്സ് ഈക്വൽ ടു 7 by 5 വരുമ്പോൾ ഇനി നമ്മുടെ തന്നേക്കുന്ന ഫംഗ്ഷൻ 2 വേരിയബിൾ ഉള്ളതാണ്. അപ്പൊ വൈയുടെ വാല്യൂ എന്താണെന്ന് കൂടി നോക്കണം. അപ്പൊ വെൻ എക്സ് ഈക്വൽ ടു 7 by 5, വൈ നിങ്ങൾ ഇവിടുന്ന് കണ്ടെത്തുക. വൈ നിങ്ങൾക്ക് എന്താ കിട്ടും? y equal to, you will get 8 by 3. y equal to 8 by 3. x 7 by 5 വരുമ്പോൾ y 8 by 3 വരും. ദാറ്റ് ഈസ് ഫൈനലി നമുക്ക് ഏതൊക്കെ പോയിന്റ്സിലുള്ള വാല്യൂസ് ആണ് കണ്ടെത്തേണ്ടത്? എക്സ് y എന്ന് പറഞ്ഞത് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് n പോയിന്റ്സ് 0 0 3 0 ആൻഡ് 5 0 ഈ മൂന്ന് കാര്യങ്ങളിലുള്ള എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ നോക്കണം. അവിടെ ഒന്നെങ്കിൽ മാക്സിമം വാല്യൂ, റിലേറ്റീവ് മാക്സിമമോ റിലേറ്റീവ് മിനിമമോ വരാം. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ആ ബൗണ്ടറി ലൈനിലുള്ള ക്രിട്ടിക്കൽ പോയിന്റ് ഏതാണ് കിട്ടിയത്? അത് 7 by 5ഉം 8 by 3ഉം. പിന്നെ നമുക്ക് ആ ഇന്റീരിയർ റീജിയനിൽ എവിടെയാണ് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയത്? 1, 2. അപ്പൊ ഇത്രയും പോയിന്റ്സിലുള്ള ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടെത്തി നോക്കുക. ആ ഫംഗ്ഷന്റെ വാല്യൂസ് ഇപ്പോൾ ഈ കേസിൽ ഇത് 0 0യിലുള്ള വാല്യൂ -7 വരും, ഇവിടെ -11 വരും, ഇവിടെ -8 എന്ന് കിട്ടും, ഇവിടെ 9 by 5 എന്ന് കിട്ടും, ഇവിടെ 1 എന്ന് കിട്ടും. ഇതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ ആയിരിക്കും എന്ത്? റിലേറ്റീവ് മാക്സിമം അല്ല അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും അബ്സല്യൂട്ട് മിനിമം. അപ്പൊ ഈ കേസിൽ 7 ആണ് അബ്സല്യൂട്ട് മാക്സിമം, അതുപോലെ -11 ആണ് അബ്സല്യൂട്ട് മിനിമം. ഓക്കെ, ഏറ്റവും വലിയ വാല്യൂ 7, സോ ഇറ്റ് ഇസ് ദ അബ്സല്യൂട്ട് മാക്സിമം, ദിസ് ഇസ് അബ്സല്യൂട്ട് മിനിമം. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടത്? f ഹാസ് ആൻ അബ്സല്യൂട്ട് മാക്സിമം ഓഫ് 7 at 0 0. ഓക്കെ, f ഹാസ് ആൻ അബ്സല്യൂട്ട് maximum of that is 7 at 0, 0. അതുപോലെ f has an absolute minimum, അല്ലേ? f has an absolute minimum that is -11 at 3, 0. absolute maximum കിട്ടി, absolute minimum കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ഈ സെക്ഷനിലുള്ള കാര്യങ്ങളാണ് ഇത്രയും. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയർ ആണ്. ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയറും ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. അപ്പൊ ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സർഫസ് തന്നിട്ടുണ്ടാവും, ഒരു കൺസ്ട്രെയിന്റ് തന്നിട്ടുണ്ടാവും. ആ കൺസ്ട്രെയിന്റിനെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഫംഗ്ഷനെ എങ്ങനെ മാക്സിമൈസോ മിനിമൈസോ ചെയ്യുന്നു. ഈ കേസിൽ നമ്മൾ ഇപ്പൊ നമ്മൾ പഠിച്ച കേസിൽ, അതായത് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടെത്തി ചെയ്യുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അവിടെ 1 or more, അതായത് സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെത്തുന്ന കേസിൽ നമുക്ക് കൺസ്ട്രെയിന്റ് ഉപയോഗിച്ചിട്ട് ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിൾ ആക്കിയിട്ട്
മാറ്റാൻ പറ്റുമായിരുന്നു, ചേഞ്ച് ചെയ്തിട്ടായിരുന്നു നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ കേസിൽ നമുക്ക് ചിലപ്പം അങ്ങനെ എല്ലാ കേസിലും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതായത് കോൺസ്ട്രെയിന്റിനെ മറ്റൊരു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചിലപ്പോൾ എല്ലാ കേസിലും പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമ്മൾ എന്ത് ഉപയോഗിക്കും, അവിടെ ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സൊല്യൂഷൻ കണ്ടെത്താം. നമ്മൾ ലാസ്റ്റ് കേസിൽ ഒരു ക്വസ്റ്റ്യൻ അവിടെ വിട്ടിരുന്നു, ഒരു rectangular box with open top, having volume 32 feet and requiring least amount of materials for construction എന്ന് പറഞ്ഞ ചോദ്യം ഉണ്ടായിരുന്നു. അത് ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയറിൽ നമുക്ക് ആ മെത്തേഡ് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യാം. അതുകൊണ്ട് രണ്ടും നമുക്ക് സൈമൾട്ടേനിയസ്ലി ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയർ മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പം അവിടെ കൺസ്ട്രെയിൻഡ് എക്സ്ട്രീമ പ്രിൻസിപ്പൽ ഫോർ 2 വേരിയബിൾസ് ആൻഡ് 1 കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു തിയറം പറയുന്നുണ്ട്. അതായത് എഫും ജി രണ്ട് ഫംഗ്ഷൻസ് ആണ്, അവയ്ക്ക് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഓൺ സം ഓപ്പൺ സെറ്റ് containing the constraint such that del g is not equal to 0. If f has a constraint relative extrema, then this extrema occurs at the point x0, y0. അതായത് ഈ നമ്മുടെ ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഒരു കൺസ്ട്രെയിൻഡ് റിലേറ്റീവ് എക്സ്ട്രീമ ഉണ്ടായിരിക്കും. ആ കൺസ്ട്രെയിൻഡ് റിലേറ്റീവ് എക്സ്ട്രീമ ഉണ്ടാവുന്നത് ഡെൽ എഫും ഡെൽ ജിയും പാരലൽ ആയിട്ട് പോകുന്ന പോയിന്റ്സിലായിരിക്കും എന്നാണ് നമ്മുടെ കൺസ്ട്രെയിൻഡ് റിലേറ്റീവ് എക്സ്ട്രീമ പ്രിൻസിപ്പിൾ പറയുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും അത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും എഫ് ഓഫ് എക്സ് കോമ വൈ, സി എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് വൈ എന്നും അതുപോലെ ഒരു കൺസ്ട്രെയിന്റ് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ കൺസ്ട്രെയിന്റിൽ ഏതൊക്കെ പോയിന്റ്സിലാണ് അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടാവുക, ആ മാക്സിമം എന്താണെന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. അറ്റ് വാട്ട് പോയിന്റ്സ് ഓൺ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ഡസ് ദിസ് ഫംഗ്ഷൻ ഹാവ് എ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് വാട്ട് ഇസ് ദാറ്റ് മാക്സിമം എന്നാണ് ചോദ്യം. അപ്പൊ ഈ സർക്കിളിൽ എവിടൊക്കെയാണ് ഈ ഫംഗ്ഷന് മാക്സിമം ഉണ്ടാവുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു സബ്ജക്ട് ടു ദ കൺസ്ട്രെയിന്റ്, അല്ലെങ്കിൽ സബ്ജക്ട് ടു ദ കൺസ്ട്രെയിന്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ഓക്കെ, ഇതാണ് നമ്മുടെ എയിം. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് തന്നേക്കുന്ന കൺസ്ട്രെയിന്റിനെ അതിനെ നിങ്ങൾ ലെറ്റ് ജി ഓഫ് എക്സ് കമ്മ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക. അതായത് ഈക്വൽ ടു 0 ഫോമിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക. ജി ഓഫ് എക്സ് കമ്മ വൈ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, വി ഹാവ് ടു മാക്സിമൈസ്, വി want to maximize അല്ലെങ്കിൽ we have to maximize f of x comma y equal to xy subject to the constraint g of x comma y equal to x square plus y square minus 1 equal to 0. ഓക്കെ, ഇത്ര എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഡെൽ എഫ് കണ്ടെത്തുക. ഡെൽ എഫ് എന്ന് പറയുന്നത് ഈ കേസിൽ എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു വൈ ഐ ക്യാപ് പ്ലസ് എക്സ് ജെ ക്യാപ്. ഓക്കെ, ദിസ് ഇസ് ആർ del f. Now find del g also. Del g എന്ന് പറഞ്ഞാൽ എന്ത് വരും, g x I cap plus g y j cap ആണ്, which is equal to 2x I cap plus 2y j cap. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യണ്ടേ, del g now del g is not equal to 0. Del g is not equal to 0 if and only if x is equal to, if എന്താണ് x is not equal to 0 and y is not equal to 0. അപ്പം x equal to 0, y equal to 0 വെച്ചുള്ള എല്ലാ പോയിന്റ്സിലും നമുക്ക് del g is not equal to 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തന്നേക്കുന്ന കൺസ്ട്രെയിന്റ് സംഭവം എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സർക്കിളാണ്. ഈ സർക്കിൾ 0 കൂടെ പാസ് ചെയ്ത് പോയ സർക്കിൾ അല്ലല്ലോ. സെന്റർ 0 1 0 അല്ലെങ്കിൽ 0 1 എന്നുള്ള പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന സർക്കിളാണ് എന്റെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സർക്കിൾ. അപ്പൊ ഒരിക്കലും ഡെൽ ജി എന്താവില്ല, എന്തായാലും 0 ആവില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്താ പറയാം, del g is equal to 0 only if x equal to 0 and y equal to 0. Since നമ്മുടെ തന്നിരിക്കുന്ന സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 does not pass through 0 0, does not pass through the point
0, നമുക്ക് എന്ത് പറയാം? del g is not equal to 0 on any point of the circle. അപ്പൊ ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. del g നമ്മൾ തന്നേക്കുന്ന കൺസ്ട്രെയിന്റ് ഫംഗ്ഷനിൽ എവിടെയെങ്കിലും 0 ആവുന്നു എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പിന്നീട് അങ്ങോട്ടുള്ള പ്രൊസീജിയർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതിയതിനു ശേഷം നമുക്ക് എന്തോ അപ്ലൈ ചെയ്യാം? thus at a constrained extremum we must have എന്തായിരിക്കണം? thus at a constrained extremum we must have del f equal to lambda del g ആവണം. del f equal to lambda del g or yi plus xj equal to lambda times 2xi plus 2yj. ഓക്കെ, ഇങ്ങനെയാവണം. അതായത് del f എന്ന് പറയുന്നത് yi plus xj equal to lambda into del g എന്ന് പറയുന്നത് 2xi plus 2yj ഇങ്ങനെയാവണം. അതായത് നമുക്ക് എന്ത് പറയാം? iയുടെയും jയുടെയും ഒക്കെ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? we'll get that is y equal to 2x and x equal to 2y into lambda. ഇവിടെ നമുക്ക് lambda equal to y by 2x, ഇവിടെ നമുക്ക് lambda equal to x by 2y. Since lambda is equal to lambda, you will get എന്ത് വരും? y by 2x equal to x by 2y, that is y square minus x square equal to 0. അല്ലേ? that is നമുക്ക് എന്ത് വരും? y square minus x square equal to 0 അല്ലെങ്കിൽ y equal to x square അല്ലേ? y square equal to x square എന്ന് വരും. ഈ y square equal to x square പിന്നെ നിങ്ങൾ ഈ ഇക്വേഷനിൽ നിന്ന് ലാംഡയിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക? ഈ y equal to x square അല്ലെങ്കിൽ ഈ തന്നേക്കുന്ന ഇക്വേഷനിലൂടെ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ എഴുതിയ കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ, അതായത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് കണ്ടെത്തുക. Okay, this is our second equation. Substituting 2 in 1, you will get substituting 2 in 1 we get what you will get. നമ്മൾ y ക്ക് പകരം x square 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? x square plus x square minus 1 equal to 0. അതായത് 2x square minus 1 equal to 0. അതായത് x equal to 1 by 2 root plus or minus root 1 by 2 എന്ന് വരും. x equal to plus or minus root 1 by 2. x equal to plus or minus 1 by root 2. ഇനി x equal to plus or minus 1 by root 2 വരുമ്പോൾ y എന്ത് തന്നെയായിരിക്കും വരിക? y is also equal to plus or minus 1 by root 2. അപ്പോൾ നമുക്ക് എത്ര വാല്യൂസ് കിട്ടും മൊത്തത്തിൽ? നമുക്ക് എക്സ് വൈ എന്ന് പറയുന്നത് ഒന്ന് 1 by root 2, എക്സിന് 1 by root 2 കൊടുക്കുമ്പോൾ y 1 by root 2 വരാം. എക്സിന് 1 by root 2 കൊടുക്കുമ്പോൾ y minus 1 by root 2 വരാം. എക്സിന് minus 1 by root 2 കൊടുക്കുമ്പോൾ y 1 by root 2 വരാം. അതുപോലെ എക്സിന് minus 1 by root 2 കൊടുക്കുമ്പോൾ y minus 1 by root 2 വരാം. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഈ ഓരോ പോയിന്റ്സിലും ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ്സിലായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ മാക്സിമം ആവുക. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് കമ വൈ ഈക്വൽ ടു എക്സ് വൈ ആണ്. അപ്പൊ ഈ കേസിൽ എക്സ് വൈ എന്ത് വരും? 1/2. ഈ കേസിൽ -1/2, ഇവിടെ -1/2, ഇവിടെ 1/2. ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ 1/2. അവിടെ 2 പോയിന്റ്സിൽ അപ്പോൾ മാക്സിമം വാല്യൂ വരാം, 2 പോയിന്റ്സിൽ അപ്പോൾ മിനിമം വാല്യൂ വരാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കമ വൈ equal to xy has an absolute maximum of 1/2 at എവിടൊക്കെയാണ്? 2 പോയിന്റ്സ്. അറ്റ് 2 പോയിന്റ്സ്. എന്തൊക്കെയാണത്? 2 പോയിന്റ്സ് 1/√2, 1/√2 and -1/√2, -1/√2. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് പറയാം? ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കമ വൈ the function f of x comma y equal to xy has an absolute minimum
absolute minimum of minus 1 by 2 at 2 points എന്തൊക്കെയാണത് 1 by root 2 comma minus 1 by root 2 and 1 by root 2 comma minus 1 by root 2 comma 1 by root 2. അപ്പോൾ ഇത്രയും പോയിന്റ്സിലൊക്കെ അബ്സല്യൂട്ട് മിനിമം വരാം. ആ മിനിമത്തിന്റെ വാല്യൂ ഇതാണ്. അതുപോലെ ഈ രണ്ട് പോയിന്റ്സിലും അബ്സല്യൂട്ട് മാക്സിമം വരാം. ആ മാക്സിമം വാല്യൂ ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൺസ്ട്രെയിൻറ്റ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത് സബ്ജക്ട് ടു ദ കൺസ്ട്രെയിന്റ് എഴുതുക. ഡെൽ എഫും ഡെൽ ജിയും കണ്ടെത്തുക. ഡെൽ എഫും ഡെൽ ജിയും കണ്ടെത്തി കഴിഞ്ഞാൽ ഡെൽ ജി തന്നിരിക്കുന്ന കൺസ്ട്രെയിന്റ് ഗ്രാഫിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും സീറോ ആവുമോ ചെക്ക് ചെയ്യുക. സീറോ അല്ലെങ്കിൽ നമുക്ക് കൺസ്ട്രെയിന്റ് എക്സ്ട്രീം തിയറം വെച്ചിട്ട് ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി എന്ന് പറയാം. അവിടെ നിങ്ങൾ ലാംഡ ഈക്വൽ ടു എന്നുള്ള രീതിയിൽ കണ്ടെത്തുക. ഓക്കെ, അപ്പം ഡെൽ എഫും ലാംഡയും ലാംഡയുടെ വാല്യൂസ് കണ്ടെത്തുക. ലാംഡയുടെ വാല്യൂസ് കണ്ടെത്തിയതിനു ശേഷം നിങ്ങൾ അതിൽ നിന്നും ഒരു ഇക്വേഷൻ കണ്ടെത്തുക. ആ ഇക്വേഷൻ നിങ്ങൾ ഫസ്റ്റ് എഴുതിയ കൺസ്ട്രെയിന്റിന്റെ ഫംഗ്ഷന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് എക്സിന്റെ വൈയുടെ വാല്യൂസ് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. അവസാനം നിങ്ങൾക്ക് എക്സിന്റെ വൈയുടെ വാല്യൂസ് കിട്ടിയാൽ ഈ എക്സ് വൈ വാല്യൂസിലായിരിക്കണം നിങ്ങളുടെ ഫംഗ്ഷന് അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടാവുക അല്ലെങ്കിൽ മിനിമം ഉണ്ടാവുക. ആബ്സല്യൂട്ട് മാക്സിമം ഉണ്ടാവുന്ന വാല്യൂ ഉണ്ടാവണം അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മാക്സിമം എവിടെ ഉണ്ടാവുന്നു ഈ കാര്യങ്ങൾ കണ്ടെത്തുക. Okay, this is the question. Important question ആണ്. തൊട്ടടുത്തൊരു use Lagrange's method of multipliers to find the dimension of a rectangle എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അവിടെ നമുക്ക് ഡയമെൻഷൻ ഓഫ് റെക്ടാംഗിൾ വിത്ത് പെരിമീറ്റർ പി ആൻഡ് മാക്സിമം ഏരിയ കിട്ടത്തക്ക രീതിയിൽ പെരിമീറ്റർ പി എന്ന് തന്നിട്ടുണ്ട്. മാക്സിമം ഏരിയ കിട്ടത്തക്ക രീതിയിലുള്ള ഡയമെൻഷൻസ് പറയാനാണ് പറഞ്ഞേക്കുന്നത്. പെരിമീറ്റർ ഗിവൺ ആസ് പി. അപ്പൊ ഇവിടെ തന്നിക്കുന്ന കാര്യം കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് പെരിമീറ്റർ പി ആണ്. നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത് ഏരിയ ആണ്. അപ്പം തന്നേക്കുന്ന റെക്ടാംഗിളിന്റെ ഡയമെൻഷൻസ് എക്സ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ, അതുപോലെ വൈ ഈക്വൽ ടു ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ, എ ഈക്വൽ ടു ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ, ഇങ്ങനെയൊക്കെ എടുക്കുക. എന്നിട്ട് ഏരിയയുടെ ഇക്വേഷൻ എഴുതുക. എ ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ ആണ് എക്സ് വൈ അല്ലേ. നമുക്കത് സബ്ജക്ട് ടു ദ കൺസ്ട്രെയിന്റ് എന്താണ്? സബ്ജക്ട് ടു ദ കൺസ്ട്രെയിന്റ് വി ഹാവ് ടു മാക്സിമൈസ് ദിസ് അല്ലേ. മാക്സിമൈസ് നമുക്കിത് മാക്സിമൈസ് ചെയ്യണം. മാക്സിമൈസ് എ ഈക്വൽ ടു എക്സ് വൈ സബ്ജക്ട് ടു 2x plus 2y ഈക്വൽ ടു പി. കാരണം പെരിമീറ്റർ എന്ന് പറയുന്നതിന്റെ ഫോർമുല 2x plus 2y ആണ്. അത് പി ആവുന്ന കൺസ്ട്രെയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എ ഈക്വൽ ടു എക്സ് വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം എഴുതുക ലെറ്റ് g of x comma y equal to 2x plus 2y minus p എന്ന് എഴുതുക. അവിടുന്ന് നിങ്ങൾ ഡെൽ നമുക്കിവിടെ ഇതിനെ നമുക്ക് ആൻഡ് ഓൾസോ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് വൈ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെൽ എഫും ഡെൽ വൈയും കണ്ടുപിടിക്കുക. ഡെൽ എഫ് എന്ന് പറയുന്നത് എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ ആണ്. ദാറ്റ് ഇസ് എഫ് എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് വൈ ഐ ക്യാപ് പ്ലസ് എക്സ് ജെ ക്യാപ് എന്ന് വരും. ഓക്കെ, എക്സ് വൈ ഐ ക്യാപ് പ്ലസ് എക്സ് ജെ ക്യാപ് എന്ന് വരും. അതുപോലെ ഡെൽ ജി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡെൽ ജി എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുക ഇൻറ്റു ഐ. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് 2i ക്യാപ് പ്ലസ് 2j ക്യാപ് എന്ന് വരും. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് ഇനി ഡെൽ ജി എന്ന് പറഞ്ഞത് ഉറപ്പായിട്ടും 2i പ്ലസ് 2j ആയതുകൊണ്ട് ഒരിക്കലും നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore by constraint extremum principle you have del f equal to lambda del g ആയിരിക്കും. അവിടെ നമുക്ക് എന്താ പറയാം? y I cap plus x j cap equal to lambda into 2i cap plus 2j cap. അവിടുന്ന് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? 2i cap plus 2j cap ആണ്. അവിടെ നിങ്ങൾക്ക് എന്താ പറയാ? കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും y equal to lambda into 2, x equal to lambda into 2. അവിടെ നിങ്ങൾക്ക് എന്ത് വരും? lambda equal to y by 2. ഇവിടെ നിങ്ങൾക്ക് lambda equal to x by 2 എന്ന് വന്നു. ദാറ്റ് ഈസ് നിങ്ങൾക്ക് എന്ത് കിട്ടി? ലാംഡ രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും x equal to y എന്ന് കിട്ടി. ഇനി ഈ x equal to y നിങ്ങൾ ഫസ്റ്റ് കൊടുത്തേക്കുന്ന constraint equation അതായത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് constraint equation x2xy subject to the constraint നമ്മൾ എഴുതി ആ ഈക്വൽ ടു 0 ഇക്വേഷൻ ഉണ്ടല്ലോ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് ഇൻ 2 in 1 substitute 2 in 1 you will get
എക്സ് വൈ ആകുമ്പോഴത്തേക്കും 2x പ്ലസ് 2y ഈക്വൽ ടു പി എന്നാണ്. അതായത് 2x പ്ലസ് 2x ഈക്വൽ ടു പി, അതായത് 4x ഈക്വൽ ടു പി, അതായത് എക്സ് ഈക്വൽ ടു പെരിമീറ്റർ ബൈ 4. അതുപോലെ തന്നെ y എന്ത് വരും? y is also equal to x, that is y is also equal to perimeter by 4. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ റിക്വയർഡ് ഡയമെൻഷൻസ് ഓഫ് ദ റെക്ടാങ്കിൾ. പെരിമീറ്ററിന്റെ 4/1 ലെങ്ത്, പെരിമീറ്ററിന്റെ 4/1 ബ്രെഡ്ത്ത്. എങ്ങനെയാകുമ്പോഴാണ് മാക്സിമം ഏരിയ വരും. ഇനി അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എക്സാമ്പിൾ 3. എക്സാമ്പിൾ 3 നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. യു ഹാവ് ടു ഫൈൻഡ് ദ പോയിന്റ്സ് ഓൺ ദ സ്പിയർ. ഫൈൻഡ് ദ പോയിന്റ്സ് ഓൺ ദ സ്പിയർ x square plus y square plus z square equal to 36 that are closest to closest to and farthest from. രണ്ട് കാര്യങ്ങൾ, farthestum closestum ആയിട്ടുള്ള പോയിന്റ്സ് ഫ്രം ദ പോയിന്റ് 1, 2, 2. ഈ ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്, സ്പിയർ തന്നിട്ടുണ്ട്. അപ്പം 1, 2, 2 എന്ന് പറഞ്ഞൊരു പോയിന്റും പിന്നെ നമുക്ക് തന്നിരിക്കുന്ന സ്പിയർ ആണ്. അപ്പം അതെന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 36 ആണ്. അപ്പം ഈ പോയിന്റിൽ നിന്ന് ഈ സ്പിയറിലേക്കുള്ള ഏറ്റവും ചെറിയ ദൂരവും ഏറ്റവും വലിയ ദൂരവും നിങ്ങൾ ഈ സ്പിയറിലുള്ള ഏത് പോയിന്റ് ആണ് ഈ പോയിന്റുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അതുപോലെ ഏറ്റവും ദൂരത്ത് നിൽക്കുന്നത്, ഈ രണ്ട് പോയിന്റ്സ് ഓൺ ദ സ്പിയർ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? വി ഹാവ് ടു മാക്സിമൈസ് ഓർ മിനിമൈസ് അല്ലെ. എന്താണ് മാക്സിമൈസോ മിനിമൈസോ ചെയ്യേണ്ടത്? ദൂരത്തിനെയാണ് മാക്സിമൈസ് ചെയ്യേണ്ടത് അല്ലെ. ഈ സ്പിയറിലുള്ള ഒരു പോയിന്റ് ആണ് x, y, z എന്ന് എടുക്കുക. ലെറ്റ് x, y, z be a point on the sphere. Be a പോയിന്റ് ഓൺ ദി സ്പിയർ. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഈ ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം അല്ലെ. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 the whole square പ്ലസ് y മൈനസ് 1 the whole square പ്ലസ് z മൈനസ് 2 the whole z minus y minus 2 the whole square plus z minus 2 the whole square. ഇതാണ് ഇവ തമ്മിലുള്ള ദൂരം. അത് കുറച്ചുകൂടെ നമ്മുടെ ഫംഗ്ഷൻ ഈ റൂട്ടിൽ നിന്നൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദൂരവും ഈ ദൂരത്തിനെ മാക്സിമൈസ് ചെയ്യുന്നതും എക്സ് സ്ക്വയർ മൈനസ് 1 the whole square പ്ലസ് y minus 2 the whole square പ്ലസ് z minus 2 the whole square അതിനെ മാക്സിമൈസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഫംഗ്ഷനെ എന്തായാലും എടുക്കാം? എക്സ് മൈനസ് 1 the whole square പ്ലസ് y minus 2 the whole square പ്ലസ് z minus 2 the whole square എന്ന രീതിയിൽ ഫംഗ്ഷനെ എടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ റിലേറ്റീവ് എക്സ്ട്രീമ ഓഫ് അല്ലെ. രണ്ടും കണ്ടുപിടിക്കണം, മാക്സിമം മിനിമം കണ്ടുപിടിക്കണം. അപ്പൊ ഫൈൻഡ് ദ റിലേറ്റീവ് മാക്സിമ. വി വോണ്ട് ടു ഫൈൻഡ് the relative extrema of this subject to the constraint. So the constraint എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 36. ദിസ് ഇസ് ആർ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പം ഇതിന്റെ സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻ ദിസ് വി ഹാവ് ടു മാക്സിമൈസ് ഓർ മിനിമൈസ് ദിസ് ഫംഗ്ഷൻ. അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ലെറ്റ് ജി ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് 36 എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താലും മതി, ഏതായാലും കുഴപ്പമില്ല. ഇനി എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡെൽ എഫ് എന്ന് പറയുന്നത് 2x മൈനസ് 2x into x minus 1 അല്ലേ. 2 into ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് 1 the whole square is 2 into x minus 1 i. അതുപോലെ ഡെറിവേറ്റീവ് എഫ് വൈ അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ is 2 into y minus 1 j plus 2 into z minus 1 k. This is our del f. Del g എന്താണ്? del g എന്ന് പറയുന്നത് വീണ്ടും gx I cap plus gy j cap plus gz k cap. That is 2x I cap plus 2y j cap plus 2z k cap. Okay. Vectors ആണ്, അതുകൊണ്ട് നമ്മുടെ cap എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടേഴ്സ്. I ക്യാപ്പും j cap ഐയും ജെയും എല്ലാം യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. സോ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് ക്യാപ്. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഡെൽ ജിയുടെ കാര്യം നോക്കാം. ഡെൽ ജി നമ്മുടെ കൺസ്ട്രെയിൻഡ്
ഗ്രാഫിൽ എവിടെയെങ്കിലും 0 ആവുന്ന നോക്കുക. പക്ഷേ കൺസ്ട്രെയിൻഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൗണ്ടറി ഓഫ് ദ സ്പിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ഈക്വൽ ടു 36 ആണ്. അതായത് സ്പിയറിന്റെ ബൗണ്ടറിയിലുള്ള പോയിന്റ് ആണ് നമ്മുടെ ജി ഓഫ് എക്സ് കോമ വൈ കോമ ഇസെഡ് എന്ന് പറയുന്നത്. അപ്പം അതെന്തായാലും 0 കൂടെ പാസ് ചെയ്ത് പോവില്ല. സിൻസ് g of x comma y comma z equal to x square plus y square plus z square equal to 36 does not pass through, does not pass through 0, 0, we have del g is not equal to 0. Del g not equal to 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, by constraint extremum principle you have del f equal to lambda del g, that is 2x into x minus 1 I cap plus 2y into y minus 2 into y minus 1 j cap del j cap plus 2 into z minus 1 k cap is equal to lambda times 2x I cap plus 2y j cap plus 2z k cap എന്ന് വരും. അതായത് നമുക്ക് എന്ത് വരും, ഇവിടുന്ന് ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 2 into x minus 1 equal to 2x lambda, അതായത് ലാംഡ ഈക്വൽ ടു എക്സ് മൈനസ് 1 ബൈ എക്സ്, അതുപോലെ ലാംഡ ഈക്വൽ ടു വൈ മൈനസ് 1 ബൈ വൈ എന്ന് വരും, അതുപോലെ ലാംഡ ഈക്വൽ ടു ഇസെഡ് മൈനസ് 1 ബൈ ഇസെഡ് എന്ന് കിട്ടും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് രണ്ട് ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു വൈ മൈനസ് 2 ആണ് ഇവിടെ, കാരണം ഇവിടെ 2 ആണ്, അതുപോലെ ഇസെഡ് മൈനസ് 2 ആണ്. ഓക്കെ, അപ്പം y minus 1 equal y minus 2 by y, that is from simplifying this you will get y equal to 2x എന്ന് വരും. അതുപോലെ ഫസ്റ്റും തേർഡ് ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും, എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു ഇസെഡ് മൈനസ് 2 ബൈ ഇസെഡ് ചെയ്യുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് ഇസെഡ് ഈക്വൽ ടു 2x എന്ന് വരും. ഇപ്പം രണ്ട് എക്സിനെയും വൈനെയും ഒരു വേരിയബിളിലുള്ള ഇക്വേഷൻ ആക്കി മാറ്റുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ രണ്ട് ഇക്വേഷൻ നമ്പർ 2നെയും ഇക്വേഷൻ നമ്പർ 3നെയും എവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ജി ഓഫ് എക്സ് കോമ വൈ കോമ ഇസെഡ്, അതായത് x square plus y square plus 36 equal to, y z square equal to 36 ലേക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് 1 and substitute 2 and 3 in this equation. Okay, you will get എന്ത് വരും, x square plus y square ന് പകരം 2x the whole square plus z square ന് പകരം 2x the whole square equal to 36. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് വരും, 4 plus 4 plus 1 4 plus 4 plus 1 9, x square equal to 36, that is x equal to plus or minus 9 by 4 9 by 36 by 9 എന്ന് പറഞ്ഞാൽ 4, that is root of 4 എന്ന് പറഞ്ഞാൽ plus or minus 2, x equal to plus or minus 2 എന്ന് കിട്ടും. x plus 2 ആകുമ്പോൾ y-യുടെ വാല്യൂ എന്താണ്, y എന്ന് പറഞ്ഞത് പ്ലസ് 2 തന്നെയാണ്, പ്ലസ് 4 ആണ്, അതുപോലെ z എന്ന് പറഞ്ഞു പ്ലസ് 4 ആണ്. എക്സ് മൈനസ് 2 വരുമ്പോഴത്തേക്കും y മൈനസ് 4 z മൈനസ് 4 ആണ്. therefore നമുക്ക് എന്ത് വരും, നമ്മുടെ പോയിന്റ്സ് ആർ രണ്ട് പോയിന്റ്സ് കിട്ടും, 2, 4, 4ഉം മൈനസ് 2, മൈനസ് 4, 4. ഈ രണ്ട് പോയിന്റ്സിലായിരിക്കും എക്സ്ട്രീം വാല്യൂസ് ഉണ്ടാവുക. ആ എക്സ്ട്രീം വാല്യൂസ് എന്താണെന്നും കൂടി നോക്കിയാൽ മതി. ഇനി എഫ് ഓഫ് 2, 4, 4 എന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും, 9 ആണ്. അതായത് നമ്മുടെ ഫംഗ്ഷനിൽ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അതുപോലെ മൈനസ് 2, മൈനസ് 4, മൈനസ് 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും, ഈക്വൽ ടു 81 ആണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ ആയിരിക്കും, ഏറ്റവും ഡിസ്റ്റൻസ് ഏറ്റവും കൂടിയത്, അതായത് റിലേറ്റീവ് അബ്സല്യൂട്ട് മാക്സിമം പോയിന്റ് ആയിരിക്കും ആ പോയിന്റ്. അപ്പൊ ഈ കേസിൽ മാക്സിമം പോയിന്റ് ഇതാണ്, മിനിമം പോയിന്റ് ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, the point 2, 4, 4, the point 2, 4, 4 is the point on the sphere closest to 1, 2, 2 and the point minus 2, minus 4, 4 is the point on the sphere
is the point on the sphere farthest from, okay, on the sphere farthest from 1, 2, the point 1, 2, 2. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുക. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയേഴ്സിന്റെ. അതിൽ നമ്മൾ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. അപ്പം ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാമ്പിൾ 4 ആണ് നിങ്ങളുടെ പുസ്തകത്തിൽ. എക്സാമ്പിൾ 4 എങ്ങനെയാണ്? യൂസ് ലഗ്രാഞ്ചസ് മൾട്ടിപ്ലൈസ് ടു ഡിറ്റർമൈൻ ദ ഡയമെൻഷൻസ് ഓഫ് റെക്ടാങ്കുലർ ബോക്സ് ഹാവിംഗ് ഓപ്പൺ ടോപ്പ് ആൻഡ് ഹാവിംഗ് വോള്യൂം 32 ഫീറ്റ്. 32 ഫീറ്റ് വോള്യൂമുള്ള, ഫീറ്റ് ക്യൂബ് വോള്യൂമുള്ള ഒരു റെക്ടാങ്കുലർ ബോക്സിന്റെ ഡയമെൻഷൻസ് നോക്കാനാണ്, ചോദിക്കാനാണ് അല്ലെ. അത് ആ ബോക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ലീസ്റ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഈ ബോക്സ് കൺസ്ട്രക്ട് ചെയ്യണം. ആ ബോക്സിന്റെ വോള്യൂം എന്ന് പറയുന്നത് 32 ഫീറ്റ് ക്യൂബാണ്. അതായത് വോള്യൂം എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ്, ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് ആണെങ്കിൽ വോള്യൂം എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് ആകുന്നത് 32 ഫീറ്റ് ക്യൂബ് ആവണം. അതുപോലെ ഇനി നമുക്ക് എന്താ മിനിമൈസ് ചെയ്യേണ്ടത്? ഈ റെക്ടാങ്കുലർ ബോക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിച്ച മെറ്റീരിയൽസ് ആണ് മിനിമൈസ് ചെയ്യേണ്ടത്. അതായത് സർഫസ് ഏരിയ ആണ് മിനിമൈസ് ചെയ്യേണ്ടത്. സർഫസ് ഏരിയ എന്ന് പറയുമ്പം ഈ ഓരോ സൈഡ്സിന്റെ ഏരിയ എന്ന് പറയുമ്പം ഇപ്പോൾ ലെങ്ത് എക്സും ബ്രെഡ്ത്ത് വൈയും ഹൈറ്റ് ഇസഡും ആണെങ്കിൽ ഈ സർഫസിന്റെ ഏരിയ എന്ന് പറയുന്നത് എക്സ് ഇസഡ്. അതുപോലെ അപ്പർ സർഫസും കാണും. 2 എക്സ് ഇസഡ്. ഇവിടെ ഒരു വൈ ഇസഡ് ഉണ്ട്. അതേപോലെ അപ്പുറത്ത് ഈ സൈഡിൽ ഒരു വൈ ഇസഡ് ഉണ്ട്. അപ്പം 2 വൈ ഇസഡ്. ബോട്ടത്തിലൊരു എക്സ് ഇസഡ് ഉണ്ട്. അതുപോലെ മണ്ടയ്ക്ക് ടോപ്പ് കവേർഡ് അല്ല, അതുകൊണ്ട് ഒരു എക്സ് ഇസഡ് മാത്രമേ ഉള്ളൂ. എനിക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് സർഫസ് ഏരിയ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലസ് 2x. ഇപ്പൊ കിട്ടിയേക്കുന്ന ഈ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എക്സ് ഇസഡ് പ്ലസ് 2x, ബോട്ടം ഉള്ളതാണ് എക്സ് ഇസഡ് എന്ന് പറയുന്നത്. അതായത് എക്സ് ഇസഡ് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാം. നമ്മുടെ പുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ടോപ്പ് മാത്രം ഇല്ലാത്ത റെക്ടാങ്കിളാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പം എക്സ് വൈ പ്ലസ് 2xz പ്ലസ് 2yz എന്നുള്ള രീതിയിൽ നമുക്ക് ആ സർഫസ് ഏരിയയെ വിളിക്കാം. അതായത് താഴെയുള്ളത് ഇത് എക്സ്, ഇത് വൈ, അതുപോലെ ഇത് ഹൈറ്റ് ഇസഡ് ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് എക്സ് വൈ, ഈ സൈഡിലുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഈ വൈ ഇസഡ്. ഇപ്പോഴത്തെ സൈഡിൽ ഒരു വൈ ഇസഡ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലൊരു എക്സ് സെഡ് ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ ഒരു എക്സ് സെഡ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഓപ്പൺ ബോക്സിൻ്റെ എക്സ് വൈ പ്ലസ് 2xz പ്ലസ് 2yz കിട്ടുന്നത്. അപ്പൊ ഈ സർഫസ് ഏരിയ നമുക്ക് മിനിമൈസ് ചെയ്യണം. ഓക്കെ, വി ഹാവ് ടു മിനിമൈസ് this surface area subject to the constraint. എന്താണ് കൺസ്ട്രെയിന്റ് എന്നാണ് തന്നേക്കുന്നത്? വോള്യൂം ആണ് തന്നേക്കുന്നത് അല്ലേ. വി അല്ലെങ്കിൽ എക്സ് വൈ ഇസഡ് ഈക്വൽ ടു, ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് വി ഹാവ് ടു മിനിമൈസ് ദ സർഫസ് ഏരിയ എസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 2xz പ്ലസ് 2yz സബ്ജക്ട് ടു ദ കൺസ്ട്രെയിന്റ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു 32. അപ്പൊ ഇതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ തന്നേക്കുന്ന ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് കമ വൈ കോമ ഇസഡ്. ഈ സർഫസ് ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ എഫ് ഓഫ് എക്സ് കമ വൈ കോമ ഇസഡ് എന്ന് വിളിക്കുന്നു. എഫ് ഓഫ് എക്സ് കമ വൈ കോമ ഇസഡ് ഈക്വൽ ടു എസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 2xz പ്ലസ് 2yz എന്ന് എടുക്കുന്നു. സബ്ജക്ട് ടു ദ കൺസ്ട്രെയിന്റ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു 32. ഓക്കെ, അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ലെറ്റ് ജി ഓഫ് എക്സ് കമ വൈ കോമ ഇസഡ് ഈക്വൽ ടു എക്സ് വൈ ഇസഡ് എന്ന് വിളിക്കുന്നു. എന്നിട്ട് ഡെൽ എഫും ഡെൽ ജിയും കണ്ടെത്തുന്നു. ഡെൽ എഫ് എന്ന് പറയുന്നത് ഈ കേസിൽ വൈ പ്ലസ് 2z, ഡെൽ എഫ് എന്ന് പറയുന്നത് വൈ പ്ലസ് 2z ഐ ക്യാപ് പ്ലസ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എഫ് ഓഫ് എക്സ് വൈ സെഡ് വിത്ത് റെസ്പെക്ട് ടു വൈ അടുത്തത്, അതായത് എക്സ് പ്ലസ് 2z ജെ ക്യാപ്. അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഡെറിവേറ്റീവ് എടുക്കുക
ഈക്വൽ ടു നമുക്ക് എന്ത് വരും 2x plus 2y plus k എന്ന് പറയും. അതായത് അതേപോലെ ജെ എന്ന് പറഞ്ഞ ഡെൽ ജെ എന്ന് പറയുന്നത് y z i plus xz j plus xy k എന്ന് വരും. അതായത് നമുക്ക് ഡെൽ എഫും ഡെൽ ജിയും കിട്ടി. നമുക്ക് എന്താ പറയാം, ഡെൽ ജി എന്നുള്ളത് തന്നേക്കുന്ന പോയിന്റിൽ എവിടെയെങ്കിലും 0 ആണ് നോക്കുക. നമുക്കറിയാം x ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് ഈക്വൽ ടു 32 ആണ്. അപ്പം ഏതെങ്കിലും എക്സോ വൈയോ ഇസഡോ 0 ആയി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ആള് 0 ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഡെൽ ജി ഈസ് നോട്ട് ഈക്വൽ ടു 0 അറ്റ് എനി പോയിന്റ് ഓൺ ദ സർഫസ്. അറ്റ് എനി പോയിന്റ് ഓൺ ദ സർഫസ് x ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ് ഈക്വൽ ടു 32 അല്ലേ. അപ്പം അത് വെച്ച് നമുക്ക് ദ കൺസ്ട്രെയിൻഡ് റിലേറ്റീവ് എക്സ്ട്രീമം പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് എന്താ പറയാം, തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ടൈംസ് ഡെൽ ജി, ദാറ്റ് ഈസ് വൈ പ്ലസ് 2zi പ്ലസ് എക്സ് പ്ലസ് 2zj പ്ലസ് 2x plus 2yk equal to lambda times yz I plus xzj plus xyk എന്ന് വരും. ഇവിടെ നിങ്ങൾ വീണ്ടും കോഎഫിഷ്യൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. അതായത് y പ്ലസ് 2z ഈക്വൽ ടു ലാംഡ ടൈംസ് yz, അതുപോലെ x പ്ലസ് 2z ഈക്വൽ ടു ലാംഡ ടൈംസ് xz, അതുപോലെ തന്നെ 2x പ്ലസ് 2y ഈക്വൽ ടു ലാംഡ ടൈംസ് xy. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 1/z പ്ലസ് 2/y ഈക്വൽ ടു ലാംഡ, 1/z പ്ലസ് 2/x ഈക്വൽ ടു ലാംഡ, അതുപോലെ 2/y പ്ലസ് 2/x ഈക്വൽ ടു ലാംഡ. ഇവിടെ നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ എന്ത് വരും, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 2/y ഈക്വൽ ടു 2/x എന്ന് വരും. അതായത് x ഈക്വൽ ടു y എന്ന് കിട്ടും. അതുപോലെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് വരും, 2/y ക്യാൻസൽ ആയി പോകും. z ഈക്വൽ ടു ഹാഫ് x എന്ന് വരും. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നിങ്ങളുടെ കൺസ്ട്രെയിൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് xy z ഈക്വൽ ടു 32ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എന്ത് വരും, yക്ക് നിങ്ങൾക്ക് x എന്ന് കൊടുക്കാം, z നിങ്ങൾക്ക് x/2 എന്ന് കൊടുക്കാം ഈക്വൽ ടു 32. അപ്പം x³ ഈക്വൽ ടു 64. അപ്പോൾ x ഈക്വൽ ടു 4 എന്ന് വരും. x ഈക്വൽ ടു 4 ആയാൽ y എന്താണ്, y-യും 4 കിട്ടും. അതെവിടെ നിന്നാണ് കിട്ടുക, x ഈക്വൽ ടു y ആണെങ്കിൽ നമുക്കറിയാലോ x ഈക്വൽ ടു y ആണെന്ന്. അതുകൊണ്ട് y 4 ആണ്. z എന്ന് പറഞ്ഞാൽ x/2 ആണ്. അപ്പൊ z എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. അപ്പം x4 y4 z2 ഇത് ആണ് നമ്മുടെ റിക്വയർഡ് പോയിന്റ്. അപ്പോൾ ഈ ഒരു പോയിന്റിലായിരിക്കും എന്ത് സംഭവിക്കുക, അതായത് നമ്മൾ ലെങ്ത് 4ഉം ബ്രെഡ്ത്ത് 4ഉം അതുപോലെ ഹൈറ്റ് 2 ചൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ റെക്ടാങ്കുലർ ബോക്സ് എന്ന് പറയുന്നത് മിനിമം സർഫസ് ഏരിയ ഉള്ള, അതായത് മെറ്റീരിയൽസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്ത ബോക്സ് ആയിരിക്കും. വോള്യൂം 32 തന്നെ കിട്ടുകയും ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ഹൗ വി അപ്രോച്ച് ദിസ് പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൽ നമുക്ക് പ്രീവിയസ് സെക്ഷനിൽ, അതായത് നമ്മൾ സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടും ചെയ്യാമായിരുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ രീതി ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നമ്മൾ സർഫസ് ഏരിയ ഇതേപോലെ തന്നെ xy പ്ലസ് 2xz പ്ലസ് 2yz എന്ന് എഴുതുക. xyz ഈക്വൽ ടു 32 തന്നിട്ടുണ്ട്. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഈ തന്നേക്കുന്ന സർഫസ് ഏരിയനെ രണ്ട് ഇക്വേഷനുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് z ഈക്വൽ ടു z ഈക്വൽ ടു 32/xy എന്ന് വരും. അപ്പം തന്നേക്കുന്ന ഇക്വേഷനിൽ z പകരം 32/xy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ 64/y പ്ലസ് 64/x എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സർഫസ് ഏരിയ കിട്ടും. ഇപ്പോൾ ഇത് 2 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. ഈ 2 വേരിയബിൾ ഫംഗ്ഷന്റെ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്, അതായത് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടെത്തുക. ∂s/∂x ഈക്വൽ ടു 0 കണ്ടെത്തുക, ∂s/∂y ഈക്വൽ ടു 0 കണ്ടെത്തുക. അത് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, y മൈനസ് 64/x² ഈക്വൽ ടു 0. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് x മൈനസ് 64/y² ഈക്വൽ ടു 0. ഇവിടെ നിങ്ങൾക്ക് y ഈക്വൽ ടു 64/x² എന്നും അതുപോലെ ഇവിടെ നിങ്ങൾക്ക്
എക്സ് മൈനസ് 64 പകരം വൈ കൊടുക്കുക. വൈയുടെ വാല്യൂ 64/x² ഈക്വൽ ടു 0 ഇങ്ങനെ കിട്ടും. അതായത് എക്സ് മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെ ഹോൾ സ്ക്വയർ ഒന്നും കൂടി ഉണ്ടേ. അപ്പോൾ നമുക്ക് എന്താ വരും, എക്സ് മൈനസ് x³/64 ഈക്വൽ ടു 0. അതായത് എക്സ് ഇൻറ്റു x⁴/64 ഈക്വൽ ടു 0. അതായത് എക്സ് ഇൻറ്റു 1 മൈനസ് x³/64 ഈക്വൽ ടു 0. അതായത് ഒന്നെങ്കിൽ എക്സ് 0 ആണ്, ഓർ x³/64 ഈക്വൽ ടു 1. അതായത് x³ ഈക്വൽ ടു 64, അതായത് എക്സ് ഈക്വൽ ടു 4 എന്ന രീതിയിൽ കിട്ടും. അപ്പം എന്തായാലും 0 എന്നുള്ള വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം എക്സ് 0 ആയി കഴിഞ്ഞാൽ വാല്യൂ 0, വോളിയം 0 ആയിപ്പോകും. അതുകൊണ്ട് ഇത് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 4 ചൂസ് ചെയ്യുക. എക്സ് ഈക്വൽ ടു 4 ആണെങ്കിൽ വൈയുടെ വാല്യൂ നിങ്ങൾക്ക് ഈ ഇക്വേഷനിലൂടെ കണ്ടെത്താം. അതുപോലെ തന്നെ ഇസഡിന്റെ വാല്യൂ നമുക്ക് നേരത്തെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തില്ല, ഇസഡ് ഈക്വൽ ടു 32/xy എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇസഡിന്റെ വാല്യൂ കണ്ടെത്താം. എന്നിട്ട് നമുക്ക് എക്സ് വൈ ഇസഡിന്റെ വാല്യൂസ് കിട്ടി. 4, 4, 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ആ പോയിന്റിൽ നമ്മുടെ സർഫസ് ഏരിയ മാക്സിമൈസ് ആവുമോ മിനിമൈസ് ആവുമോ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഡി കണ്ടെത്തുക. ഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. fxx fyy fxx ഇൻറ്റു fyy മൈനസ് fxy ദ ഹോൾ സ്ക്വയർ ചെയ്യുക. അപ്പോൾ അവിടെ ഗ്രേറ്റർ ദാൻ 0, അതുപോലെ തന്നെ fxx ഗ്രേറ്റർ ദാൻ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ മിനിമൈസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. അതും കൂടെ കണ്ടെത്തുക. അതായത് ഈ കേസിൽ നമുക്ക് ഫൈനലി വാല്യൂസ് ഒക്കെ കിട്ടി. എക്സ് ഈക്വൽ ടു 4ഉം എക്സ് ഈക്വൽ ടു 4ഉം വൈ ഈക്വൽ ടു 4 എന്നും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് ഡി കണ്ടെത്തുക. ഡി എന്ന് പറയുന്നത് fxx ഇൻറ്റു fyy മൈനസ് fxy ദ ഹോൾ സ്ക്വയർ അറ്റ് ദ പോയിന്റ് 4,4. അതെന്ന് പറഞ്ഞാൽ എന്ത് വരും, fxx എന്ന് പറഞ്ഞാൽ 2 തവണ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അതായത് ഇവിടെ ഒരു തവണ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, y മൈനസ് 64/x² എന്ന് കിട്ടി. ഇനി വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നുകൂടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും y മൈനസ് 64/x² എന്നല്ലേ, ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും ചെയ്ത് നോക്കുക. അതുപോലെ fyy കണ്ടെത്തുക, fxy ഹോൾ സ്ക്വയർ കണ്ടെത്തുക. ഈ രീതി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ലഗ്രാഞ്ചസ് മെത്തേഡ് വെച്ച് ചെയ്താലും മതി. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഐഡിയ. ഈ ഒരു മെത്തേഡിൽ ചെയ്യണമെങ്കിൽ ചെയ്യാമില്ലെങ്കിൽ നമുക്ക് മറ്റേ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചും ചെയ്യാം. ഇത് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആകുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ലഗ്രാഞ്ചസ് മെത്തേഡ് തന്നെ ഉപയോഗിച്ച് ചെയ്യുക. ലഗ്രാഞ്ചസ് മെത്തേഡിൽ 4 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇത്രയും ക്വസ്റ്റ്യൻസ് മതിയാവും. ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ആ പഠിച്ച സെക്ഷനിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം.